ഈ 44 വർഷം മുമ്പ് അങ്ങ് BJP ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, അടിയുറച്ച ക്രിസ്തുമത വിശ്വാസി. അപ്പം സഭയിൽ നിന്നുള്ളൊരു പ്രതികരണം എന്തായിരുന്നു? അങ്ങനെ എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നു? അങ്ങ് വിശ്വാസിയാണ്, ഒരു യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് വരുന്ന അംഗമാണ്, സിറോ മലബാർ സഭയുടെ അംഗമാണ്. സഭയിൽ നിന്നുള്ളൊരു പ്രതികരണം എന്തായിരുന്നു? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അവിടെ സഭ നോക്കുന്നത് സഭാ നിയമങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് ഞാൻ എപ്പോഴും പാലിച്ചിട്ടുണ്ട്. അത് പാലിച്ചുകൊണ്ടായിരുന്നത് ഞങ്ങളുടേത് ഒരു 90% അതിലേറെയോ ഞങ്ങളുടെ ആ പ്രദേശം സീറോ മലബാർ കത്തോലിക്കരുള്ള ഒരു പ്രദേശമാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ജീവിത രീതിയും ഒക്കെയുണ്ട്. അപ്പം പള്ളിയിലെ ചോദ്യം BJP ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ കേരള കോൺഗ്രസ് ആണോ എന്നില്ല. അവരുടെ എല്ലാം ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകനേ ഉള്ളൂ, വേറെ വലിയ പ്രൗഢികളൊന്നുമില്ല. അങ്ങനെയാണ് അവിടുത്തെ രീതി. അത് തന്നെയല്ല മറ്റൊരു കാര്യത്തിൽ അങ്ങനെ ഇടപെടാറൊന്നുമില്ലായിരുന്നു. ആ രീതിയിൽ ഉള്ള ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക രീതിയില്ലേ, അത് അവിടെ അങ്ങനെ ഫോളോ ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ മന്ത്രിയായിട്ട് സാധാരണ രീതിയിൽ വൈദികനോട് എങ്ങനെയായിരിക്കും പറയേണ്ടത്? അച്ഛാ, ഞാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അങ്ങനെയല്ല പറഞ്ഞത്. അച്ഛാ, ഞാൻ പൊയ്ക്കാരൻകാരയിലെ ജോർജ് കുര്യനാണെന്നാണ് പറഞ്ഞത്. അതാണ് അവിടുത്തെ ഭാഷ. അപ്പം അച്ഛനോ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയാണ് അവിടുത്തെ ശീലം. അപ്പം മറ്റുള്ളവരെന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള ഒരു കടത്തലുകളില്ലാത്ത ഒരു തനി യാഥാസ്ഥിതിക നാടൻ ഒരു ഗ്രാമമാണത്. അത് ഞാൻ പറഞ്ഞില്ല, ആ പ്രദേശത്ത് പള്ളിയോട് ചുറ്റുവട്ടത്തുള്ള ആ പ്രദേശത്ത് 90% 95% ഈ സീറോ മലബാർ കത്തോലിക്കർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അങ്ങനെയുള്ള പള്ളിയിലാണ് ഞാൻ ജീവിച്ചത്. അതുപോലെ എൻ്റെ വിവാഹത്തിൻ്റെ കാസറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് മാരാർജി വന്നിരുന്നു. അന്ന് പള്ളിയിൽ കസേരയില്ല, ഇതുമില്ല, ബെഞ്ചുമില്ല. പക്ഷേ അന്ന് അച്ഛൻ ഒരു കസേര മാരാർജിക്ക് കൊടുത്തു, എന്നിട്ട് പ്രസംഗിച്ചു. ഇയാൾ ഞങ്ങളുടെ ഒരു ഉത്തമ വിശ്വാസിയാണ്, മാതൃകാ വിശ്വാസിയാണ് ജോർജ് കുര്യൻ. രാഷ്ട്രീയമൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, സഭാ നിയമം അയാൾ പാലിക്കുന്നുണ്ടോയെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. മാരാർജി അവിടെ ഇരിപ്പുണ്ടായിരുന്നു.